നോക്കിയാലോ നമുക്ക് നല്ലൊരു മീൻ വറുത്തതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനിന്നിവിടെ നങ്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ നങ്കിലേക്ക് നങ്കൊരു മൺകുടുക്കയിലേക്ക് വെച്ചതിന് ശേഷം ഒരു തക്കാളിയും അതിലോട്ടേക്ക് 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിലോട്ടേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ തന്നെ വീഡിയോ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഇതാ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യമേ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയാണിത്. അത് ഞാൻ നന്നായിട്ടൊന്ന് ഞെരടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുറിച്ചിട്ട് ഈ ഒരു തക്കാളി പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. അത് നമ്മുടെ മുളകിട്ട കറിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഞാൻ നേരെ കറി അടുപ്പത്തോട്ടേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ തിളച്ച് വന്ന് ഒന്ന് കുറുകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെ വേണം. സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണ മെയിനായിട്ടുള്ള നല്ല വെളിച്ചെണ്ണ തന്നെ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ കുറുകി സെറ്റായി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.